ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് ക്യാൻഡിയാണ്, ഓറഞ്ച് മിഠായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് ഈ സ്വീറ്റ്. അത് നമുക്ക് ഊണ് കഴിഞ്ഞിരിക്കുമ്പോഴൊക്കെ മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മധുരമായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. എളുപ്പത്തിൽ നമുക്ക് ഒരു 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാകും ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാനായി. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിലെ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഓറഞ്ച് ക്യാൻഡി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഓറഞ്ച് ക്യാൻഡി ഉണ്ടാക്കാനായി ഞാനിവിടെ 4 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ജ്യൂസ് എടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് അരിച്ച് എടുക്കാം. ഇനി നമുക്ക് ഈ അരിച്ചെടുത്ത ജ്യൂസ് 4 ഓറഞ്ചിൻ്റെ ജ്യൂസാണ്, അത് ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിൽ നമുക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് 1/2 കപ്പിൻ്റെ അളവാണ്. 1 കപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് 1/2 കപ്പിൻ്റെ അളവാണ്. അതിൽ 2 എണ്ണം ചേർത്ത് കൊടുത്തു. ഇതിൽ നമുക്ക് 1 നാരങ്ങയുടെ നീര് കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് റെഡിയായോ നോക്കുന്നത് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിൽ നിന്ന് ഒരു ഡ്രോപ്പ് ഒഴിച്ച് നോക്കണം. വെള്ളത്തിൽ അലിഞ്ഞു പോകുന്നെങ്കിൽ നമുക്ക് പാകമായിട്ടില്ല. നമുക്ക് ബോൾ പോലെ ഉരുട്ടിയെടുക്കാൻ പറ്റണം. ഇതിപ്പോൾ റെഡി ആയിട്ടില്ല. വെള്ളത്തിൽ അലിഞ്ഞു പോകാതെ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തു. ഞാൻ മോൾഡ് എടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള മോൾഡ് എടുക്കാം. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂട് കുറയുമ്പോൾ നമുക്കിതിൽ ഒഴിച്ച് കൊടുക്കാം.
അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഒഴിക്കാനായി. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്യാനായി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാനായി വെച്ചിരുന്നത് ഇപ്പം ഞാൻ എടുത്തു. ഇപ്പം ഞാൻ ഫ്രീസറിലാണ് വെച്ചത്. നമുക്ക് പെട്ടെന്ന് കട്ടിയായി കിട്ടണമെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെക്കാം. പുറത്ത് വെച്ചിരുന്നാൽ കുറേ കൂടുതൽ ടൈം എടുക്കും. ഇനി നമുക്കത് ഓരോന്നും എടുക്കാം. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു 5-6 മണിക്കൂർ ഫ്രീസറിൽ വയ്ക്കും. നമുക്ക് അറിയാം, ഞാൻ എടുക്കുമ്പോൾ നമുക്ക് നല്ല കട്ടിയായിട്ട് കിട്ടുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്കിത് പഞ്ചസാരയിൽ റോൾ ചെയ്തെടുക്കാം. അത് ഇങ്ങനെ വെറുതെ മുഴുവൻ പഞ്ചസാരയിലിടാം, അല്ലെങ്കിൽ നമുക്ക് പൊടിച്ച പഞ്ചസാരയിൽ വേണമെങ്കിലും റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പഞ്ചസാര പൊടിച്ചും വെച്ചിട്ടുണ്ട്, അതിൽ വേണമെങ്കിലും നമുക്ക് റോൾ ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റിക്കിനെസ് ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്കിതുപോലെ പൊടിച്ച പഞ്ചസാരയിൽ ഇട്ട് റോൾ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഒന്നിനൊന്ന് ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അപ്പോൾ നമ്മളിതുപോലെ നല്ലൊരു പ്ലാസ്റ്റിക് ബോക്സിലിട്ട് ഫ്രീസറിൽ മാത്രമേ ഇത് വയ്ക്കാൻ പാടുള്ളൂ. പുറത്ത് വച്ചിരുന്നാൽ ഇത് അലിഞ്ഞു പോകും.